ഇന്ന് എണ്ണയിൽ മുക്കി പൊരിക്കാതെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാനും കൂടെ പറ്റിയ, കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമായിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും രുചിയുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ നല്ലൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴികെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 3 കപ്പാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്താൽ നമ്മുടെ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. പിന്നെ ഈ ഒരു മാവിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് കുഴച്ചതിന് ശേഷം പാലോ അല്ലെങ്കിൽ വെള്ളമോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. 5-6 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അന്നേരം ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് വലിയ ബൗളിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. വലിയ ബൗളാണെങ്കിൽ അതിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് അടച്ചിട്ട് ഇത് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് മാറ്റി വെക്കാം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടും, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആവും. അത് നോക്കിയിട്ട് ചെയ്യാം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള, വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി വരണം. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷാക്കി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചിക്കൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണിലും കുറവായിട്ട് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളും ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പും 2 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെച്ചപ്പും മയോണൈസെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം അത്യാവശ്യം നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് മേൽ അല്പം മൈദ തൂക്കിയിട്ട് അതിലിട്ടിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്കെളുപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് വലിയ ബോൾസാക്കി എടുക്കണ്ട, ചെറിയ ബോൾസാക്കി എടുത്താൽ മതി.
നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാണ് വേണ്ടത്, ഒരുപാട് വലുതായി പോകരുത്. നമ്മൾ പരത്തി കഴിയുമ്പോൾ ഒരു പൂരിക്കെല്ലാം എത്രയാണോ വലുപ്പത്തിൽ പരത്തുക ആ ഒരു വലുപ്പം മാത്രം മതിയാവും. അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഈ ഒരു രീതിയിൽ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ മുഴുവനും ഞാനിതാ ഈ ഒരു രീതിയിൽ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് വെക്കുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ പൊങ്ങി വരും. ആ ഒരു സമയത്താണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പുമേൽ അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച മാവിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് തിക്നെസ്സിൽ പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക. റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ. 2 ചപ്പാത്തിയിലും അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അധികം കനം കുറച്ചിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കണ്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ആദ്യം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടും ഫില്ലിങ്ങിൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബേക്കാവുന്ന സമയത്ത് ഇങ്ങനെ തുറന്ന് വരും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗവും ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളെ സമൂസൻ്റെ എല്ലാം ആ ഒരു ഷേപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗവും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അല്പം മൈദ തൂക്കിയിട്ട് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് അത്യാവശ്യം കൂടുതൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു ട്രേയിൽ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു സ്നാക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു പൊങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുട്ട സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് മറ്റുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആദ്യം ചെയ്തതെല്ലാം 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അത് ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേനു. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട സ്പ്രെഡ് ചെയ്യാനൊക്കെ എൻ്റെ കൂടെ ആളും ഉണ്ട് കേട്ടോ. ഇവരും മുട്ടയെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും മുട്ടയെല്ലാം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബേക്കായി കഴിയുമ്പോൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ഈ ഒരു മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും എള്ളും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുക ഓവന്. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 25-30 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. താഴെയും മുകളിലും കോയിൽ കത്തുന്ന രീതിയിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. നല്ലതുപോലെ ബേക്കായി നല്ല അടിപൊളി ബ്രെഡായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു കളറാകുമ്പോൾ എടുക്കുക. ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കൂടെ നല്ലൊരു കെച്ചപ്പോ അല്ലെങ്കിൽ മയോണീസും കെച്ചപ്പോ ഒക്കെ മിക്സ് ആക്കിയിട്ട് അതും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.